അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും നാളേക്ക് വേണ്ടി എന്തു സന്നാഹമാണ് താൻ ചെയ്തിട്ടുള്ളതെന്ന് ഓരോ വ്യക്തിയും ആത്മപരിശോധന നടത്തുകയും ചെയ്യട്ടെ. നിങ്ങൾ അള്ളാഹുവിനോട് ഭയപ്പാടുള്ളവരാകണം. നിങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച് സൂക്ഷ്മജ്ഞാനിയാണവൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുസ്സിലെ ഏറ്റവും മഹത്തരവും പുണ്യപൂർണവും ഏറ്റവും ഉന്നതവുമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ ദിനങ്ങൾ കടന്നു വരുമ്പോൾ അതിനോടുകൂടെ അള്ളാഹുവിൻ്റെ സവിശേഷമായ അനുഗ്രഹങ്ങളും കാരുണ്യവും സമ്മാനങ്ങളും വർഷിക്കപ്പെടുന്നു. അതെ, അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വലിയ പ്രാധാന്യം നൽകുകയും ഏറെ ആദരിക്കുകയും ചെയ്ത സുദിനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിൽ ആ ദിവസങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം സത്യം ചെയ്തു പറഞ്ഞത്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. പ്രഭാതം തന്നെയാണ് സത്യം, 10 രാവുകളും തന്നെയാണ് സത്യം. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഈ ദിനങ്ങൾ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ച അറിയപ്പെട്ട ദിനങ്ങളും അയ്യാമുൻ മഅലൂമാത്ത് എന്ന് പറയപ്പെട്ട ദിനങ്ങളും ഇതുതന്നെയാണ്. വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്. അറിയപ്പെട്ട ദിവസങ്ങളിൽ അവർ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി. അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ നാളുകളുടെ പദവി അത്രമേൽ മഹത്തരമാണ്. ഇതിലെ അനുഗ്രഹങ്ങൾ ഏറെ വിപുലവുമാണ്. ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 10 ദിനങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടതായ മറ്റൊരു ദിനങ്ങളിലെയും സൽക്കർമ്മങ്ങളില്ല. അതായത് ദുൽഹിജ്ജയിലെ ഈ 10 ദിനങ്ങൾ. ഈ പുണ്യദിനങ്ങളിൽ സത്യസന്ധരായ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊതിച്ചുകൊണ്ടും അവൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ മുട്ടിക്കൊണ്ടും പുണ്യകർമ്മങ്ങളിൽ പരസ്പരം മത്സരിക്കുന്നു. എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്യാതിരിക്കും? പ്രധാനപ്പെട്ട എല്ലാ ആരാധനകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിനങ്ങളിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. നിസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ, ഹജ്ജ്, ദിക്റുകൾ, ഖുർആൻ പാരായണം, തക്ബീർ ധ്വനികൾ, പ്രാർത്ഥനകൾ, തൗബയും പാപമോചനവും, മാതാപിതാക്കൾക്കുള്ള നന്മ, കുടുംബബന്ധം ചേർക്കൽ, ജനങ്ങളോടുള്ള കാരുണ്യം, ഇവയെല്ലാം ഇതിൽ ഒരുമിച്ച് കൂടുന്നു. ഇതുപോലൊരു ആരാധനകളുടെ സംഗമം മറ്റേതൊരു കാലയളവിലാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് ഈ സുദിനങ്ങളെ ശരിയായി പ്രയോജനപ്പെടുത്തുകയും ഓരോ നിമിഷവും അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ, അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി ചെലവഴിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, ഒരു സത്യവിശ്വാസി ഈ പുണ്യദിനങ്ങളെ സ്വീകരിക്കുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗബയാണ്. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക. അതിലൂടെ അവൻ സ്വന്തം മനസ്സിനെ വിചാരണ ചെയ്യുകയും ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും മറ്റുള്ളവരോട് ചെയ്ത അക്രമങ്ങൾക്കും തെറ്റുകൾക്കും പരിഹാരം കാണുകയും ചെയ്യും. അവരോട് പൊരുത്തപ്പെടിക്കുകയും ചെയ്യും. ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെയെങ്കിലും അടുത്ത് ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ അഭിമാനത്തിനോ മറ്റോ ഭംഗം വരുത്തിയിട്ടുണ്ടെങ്കിൽ, അവരോട് എന്തെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ അതിൽ നിന്ന് കൂട്ടുകാരനോട് പൊരുത്തം ചോദിക്കട്ടെ, പൊരുത്തം വാങ്ങിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഒരു വിശ്വാസിയുടെ മുദ്രാവാക്യം മനസ്സിലുള്ള അവൻ്റെ മനസ്സ് എപ്പോഴും അള്ളാഹുവിൻ്റെ ദിക്റും തക്ബീറും തഹ്ലീലും തഹ്മീദും തസ്ബീഹും അധികരിപ്പിക്കലാണ്. ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളെക്കാൾ മഹത്വമുള്ളതോ അതിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അവന് പ്രിയങ്കരമായതോ ആയ മറ്റൊരു ദിവസങ്ങളുമില്ല. അതിനാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീലും, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തക്ബീറും, അതായത് അല്ലാഹു അക്ബർ, തഹ്മീദും അൽഹംദുലില്ലാ എന്നതും ധാരാളമായി നിങ്ങൾ അധികരിപ്പിക്കുക. ഈ വാക്കുകളെല്ലാം, ഈ പറഞ്ഞ തക്ബീറും തഹ്മീദും തസ്ബീഹും എല്ലാം, തഹ്ലീലും എല്ലാം എന്നീ വാക്കുകളെല്ലാം എത്രയോ ലളിതമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ
അത് എത്രയോ വലിയതാണ്. അതിൻ്റെ മഹത്വം എത്രയോ വലിയതാണ്. അള്ളാഹു ആ വാക്കുകളെ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തുന്നു. അത് മലക്കുകൾക്കിടയിൽ ഈ വാക്കുകൾ ചൊല്ലിയവന്റെ പേര് മുഴക്കിക്കൊണ്ടിരിക്കും. ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ മഹത്വത്തെ ഓർത്ത് ചൊല്ലുന്ന തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളും അള്ളാഹുവിന്റെ അർശിന് ചുറ്റും തേനീച്ചകളുടെ മൂളൽ പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അവ അത് ചൊല്ലിയ ആളെക്കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ആരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ അടുക്കൽ തന്നെ കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടായിരിക്കാൻ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ സമയവും മുഴുസമയവും ഈ ദിക്റുകൾ നമ്മുടെ നാക്കുകളിൽ നാം ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഫർളായ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും അതോടൊപ്പം സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അതിലൂടെ ആകാശഭൂമികളുടെ നാഥനായ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് നേടിയെടുക്കാം. ഖുദ്സിയ ഹദീസിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എൻ്റെ ദാസൻ, എൻ്റെ അടിമ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ ഞാൻ അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങളിലൂടെ അല്ലാതെ എന്നിലേക്ക് അടുക്കുകയില്ല. സുന്നത്തായ കർമ്മങ്ങളിലൂടെ അവൻ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഒടുവിൽ അങ്ങനെ അവന് എൻ്റെ സ്നേഹം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ആ സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് നിങ്ങൾ അശ്രദ്ധരാവരുത്. തക്ബീറുകളും തസ്ബീഹുകളും കൊണ്ട് നിങ്ങളുടെ സമയങ്ങൾ നിങ്ങൾ ധന്യമാക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം ഖുർആൻ ഹൃദയപൂർവ്വം പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് ഉദാരമായ ദാനം ചെയ്യുക. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയും കുടുംബബന്ധം ചേർക്കുകയും ചെയ്യുക. നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് വിട്ടുവീഴ്ച ചെയ്യുകയും അവർക്ക് മാപ്പ് നൽകുകയും ചെയ്യുക. ഈ പുണ്യദിനങ്ങൾ കടന്നു പോകുന്നതിന് മുമ്പ് ഇതിനെ നാം പരമാവധി ഉപയോഗപ്പെടുത്തുക. കാരണം ഈ അനുഗ്രഹീത ദിനങ്ങൾ കഴിഞ്ഞുപോയാൽ അതൊരു വെറും കഥയായി മാറും. ആയുസ് ഒടുങ്ങിപ്പോയാൽ അതൊരു അടയാളം മാത്രമായി അവശേഷിക്കും. യഥാർത്ഥ ബുദ്ധിമാൻ ആരാണെന്നാൽ തൻ്റെ ഇന്നത്തെ ദിവസത്തിൽ നിന്ന് നാളേക്ക് വേണ്ടിയും ആരോഗ്യമുള്ള അവസ്ഥയിൽ നിന്ന് രോഗാവസ്ഥയ്ക്ക് വേണ്ടിയും ഒഴിവ് സമയത്ത് നിന്ന് തിരക്കുള്ള സമയത്തിന് വേണ്ടിയും തൻ്റെ ജീവിതം നിലനിൽക്കുന്ന കാലത്ത് മരണാനന്തര ജീവിതത്തിനു വേണ്ടിയും പുണ്യങ്ങൾ കരുതി വെക്കുന്നവനാണ്. ഈ 10 ദിനങ്ങൾ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ, പ്രിയപ്പെട്ടവരെ, ഈ ദിനങ്ങളിൽ നോമ്പിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അതിമഹത്തായ പ്രതിഫലവും വലിയ പുണ്യവുമുണ്ട്. അതിനാൽ ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ സാധ്യമാകുന്നത്ര നോമ്പനുഷ്ഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയിലെ ആദ്യ 9 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. എന്നാൽ അറഫാ ദിവസത്തെ നോമ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ അങ്ങേയറ്റം കൂടുതലായിരിക്കണം. അതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞവർക്ക് അത് എത്രയോ വലുതാണ്. അറഫാ നോമ്പ് അനുഷ്ഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഫാ ദിവസത്തെ നോമ്പ് അതിനു മുമ്പുള്ള ഒരു വർഷത്തെയും അതിനുശേഷമുള്ള ഒരു വർഷത്തെയും പാപങ്ങളെ അള്ളാഹു പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര വലിയ സമ്മാനമാണ് നമുക്ക് നൽകുന്നത്! എത്ര മഹത്തായ അനുഗ്രഹമാണിത്! വെറും ഒരൊറ്റ ദിവസം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളും ഭാരങ്ങളും മായ്ച്ചു കളയുന്നു, നരകത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഫ ദിവസത്തേക്കാൾ കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ ആ സുദിനത്തിലെ ഓരോ നിമിഷവും പ്രാർത്ഥനകൾ കൊണ്ട് നിങ്ങൾ ധന്യമാക്കുക. ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അറഫ ദിവസത്തെ പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വചനം ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ,
ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കുകളെ ഈ മഹത്തായ ദിവസത്തിലെ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനയാക്കി മാറ്റിയത് എന്തുകൊണ്ടാണ്? കാരണം ഇതിൽ അള്ളാഹുവിൻ്റെ അളവറ്റ കാരുണ്യത്തെയും ഔദാര്യത്തെയും പ്രകീർത്തിക്കലാണുള്ളത്. ഒരു അടിമ പൂർണ്ണമായ ഹൃദയശുദ്ധിയോടെ തന്നെ സ്തുതിക്കുന്നത് അള്ളാഹു കേട്ടാൽ അവൻ തൻ്റെ അടിമയുടെ മേൽ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുക്കുക തന്നെ ചെയ്യും. കവി പാടിയത് എത്ര സത്യമാണ്. ഒരാൾ അള്ളാഹുവിനോട് പറയുകയാണ്, ഒരാൾ നിന്നെ മനസ്സറിഞ്ഞ് സ്തുതിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും ചോദിക്കാതെ തന്നെ ആ സ്തുതി മാത്രം മതിയാകും അവൻ്റെ ആവശ്യം നീ കണ്ടറിയാൻ. അതുകൊണ്ട് അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുക. പ്രവാചകന്മാരുടെ അവസാനമായി വന്ന ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലുക. ഇവ രണ്ടും കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ വാതിലുകൾ നിങ്ങൾ തുറക്കുക. എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഞാൻ നിസ്കരിക്കുകയായിരുന്നു. അപ്പോൾ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഉണ്ടായിരുന്നു. അവിടെ ഞാൻ നിസ്കാരത്തിലിരുന്നപ്പോൾ ആദ്യം അള്ളാഹുവിനെ സ്തുതിച്ചു. പിന്നീട് ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലി. അതിനുശേഷം എനിക്ക് വേണ്ടി ഞാൻ ദുആ നിർവഹിച്ചു. ഇത് കേട്ടപ്പോൾ ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചോദിക്കൂ നിങ്ങൾക്ക് നൽകപ്പെടും, നിങ്ങൾ ചോദിക്കൂ നിങ്ങൾക്ക് നൽകപ്പെടും. അല്ലാഹുവേ, ഈ 10 ദിനങ്ങളിൽ അനുഗ്രഹീതമായ ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ. ആ ദിനങ്ങളിൽ നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി പ്രകടിപ്പിക്കാനും ഒരുപാട് തസ്ബീഹും തഹ്ലീലും തക്ബീറും ചൊല്ലാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. നീ അതിന് ഞങ്ങൾക്ക് സഹായം നൽകണേ. അല്ലാഹുവേ, പരമാവധി നിന്റെ ത്വാഅത്തിനായി പ്രയോജനപ്പെടുത്താൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. ഞങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. അല്ലാഹ്, ഈ ദിനങ്ങളിൽ നിന്റെ അനുഗ്രഹം ലഭിച്ചവരിൽ നീ ഞങ്ങളെയും മാതാപിതാക്കളെയും ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, അറഫാ ദിനം നോമ്പ് നോൽക്കാനും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കാനും അതൊരു കാരണമാക്കി തരണേ. ആ ദിനത്തിൽ ഞങ്ങളെ എല്ലാവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ. അല്ലാഹുവേ, നിന്റെ തൃപ്തി നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹുവേ, ഹജ്ജിന് പോയവർക്ക് ഹജ്ജ് കർമ്മങ്ങളെല്ലാം പരിപൂർണമായ രീതിയിൽ ആത്മാർത്ഥതയോടെ ചെയ്യാൻ നീ അവർക്ക് തൗഫീഖ് നൽകണേ. അവരുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ. എല്ലാ നിലക്കും കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ച് ആരോഗ്യത്തോടെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണേ. ചെറുപ്പത്തിൽ അവർ ഞങ്ങളെ പോറ്റി പരിപാലിച്ച പോലെ നീയും അവരുടെ മേൽ കരുണ ചൊരിയണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.